പിന്നെ പാർലമെൻറ്റിൽ ഒരു ഗർജിക്കുന്ന സിംഹമാണ്. പക്ഷേ അതേ ഗർജിക്കുമ്പോൾ ഒരു കുഴപ്പം, ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമറും പുള്ളി തമ്മിൽ ഒരു വിധത്തിൽ പൊരുത്തപ്പെടുകയില്ല. അഥവാ ഇംഗ്ലീഷ് ഗ്രാമറിനോട് വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് റഹീം. ഇത് കർണാടകത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല സമയത്തും നടന്നിട്ടുള്ളതാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നു. അതിന് നമ്മൾ തുർക്കുമാൻ ഗേറ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു സംഗതിയാണ് യലഹങ്കയിൽ നടന്നത്. ബുൾഡോസർ ഉപയോഗിച്ച് തകർന്നു. നമ്മുടെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. തകർന്ന് തരിപ്പണമാക്കപ്പെട്ട ആളുകൾ അധികം പേരും ന്യൂനപക്ഷ സമുദായക്കാരാണ്, കൃത്യമായിട്ട് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതിൻ്റെ എരിവും പുളിയും അല്പം കൂടുതലാണ്. ഈ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ പാവ റഹീം അവിടെ പോയത്. ഈ റഹീമിനെ അയച്ചതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞാൽ അടുത്തത് പുള്ളി വെഞ്ഞാറമൂട് ആക്സിഡൻറ്റിലേക്ക് പോകും. പുള്ളിയുടെ ഈ സ്പീച്ച് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മലയാളക്കരയിൽ കടുത്ത മാർസിസ്റ്റുകാരടക്കം എല്ലാവരെയും ചിരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിലെ തമാശ എന്ന് വെച്ചാൽ ഇവരൊക്കെ എംഎക്കാരുമാണ്, നിയമബിരുദധാരികളുമാണ്, പേരിൻ്റെ കൂടെ അഡ്വക്കേറ്റ് എന്ന് വയ്ക്കുന്നവരുമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് എ റഹീം എന്നൊക്കെ വെച്ചാണ് വോട്ട് ചോദിക്കുക. ഇവരുടെ ഇംഗ്ലീഷാണ് ഈ പറയുന്നത്. ഇവർ കോടതിയിൽ പോയിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി ഒന്ന് ആലോചിച്ചു. പിന്നെ ചിന്താ ജെറോമിനെ പോലുള്ളവർക്കാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ റഹീം ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം, നമുക്കേവർക്കും പ്രിയങ്കരനായ രാജ്യസഭാംഗം ശ്രീ എ റഹീം കർണാടകത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ സങ്കടം പങ്കിടാനും അതിനെക്കുറിച്ച് കേരളീയരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നടത്തിയ സാഹസികമായിട്ടുള്ള ശ്രമമായിരുന്നു. സാഹസികം എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പോലീസോ നാട്ടുകാരോ അല്ലെങ്കിൽ കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഗുണ്ടകളോ അദ്ദേഹത്തെ തടഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കറിയാം, മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം വികാരാധീനനായി ഇംഗ്ലീഷ് ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് കേട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മലയാളക്കരയിൽ വളരെയധികം ആളുകളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഏതായാലും ഈ ആണ്ടർതി കാലത്ത് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏതെങ്കിലും സന്തോഷമാണ്. കർണാടകത്തിൽ നടന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പാതിരായുടെ മഞ്ഞു കോച്ചുന്ന യാമങ്ങളിൽ കർണാടകത്തിലെ പോലീസും ഈ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ സാധുക്കളായ ആളുകൾ, വളരെ സാധാരണക്കാരായ ആളുകൾ, അവരനധികൃതമായിട്ട് അവിടെ താമസിക്കുന്നവരാണ് എന്ന് സർക്കാർ പറയും. അവർക്ക് പലതവണ നോട്ടീസ് കൊടുത്താണ്, എന്നിട്ട് അവരവിടുന്ന് ഒഴിഞ്ഞില്ല എന്നും പറയും. നമുക്കറിയാം ഇങ്ങനെയുള്ള സമയത്തൊന്നും ആളുകൾ ഒഴിയൊന്നുമില്ല. നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ നോട്ടീസ് അവർ ചുരുട്ടി കൂട്ടി കളയും. അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ കൗൺസിലറുടെ അടുത്തോ MLA അടുത്ത് പോയി പരാതി പറയും. ഇപ്പം ശരിയാക്കി തരാം എന്ന് MLA പറയും. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു കാരണവശാലും ഇറക്കുകയില്ല എന്ന് കൗൺസിലർ പറയും. പക്ഷേ അവസാനം സർക്കാർ ബുൾഡോസറുമായിട്ട് വരും, അല്ലെങ്കിൽ JCBയുമായിട്ട് വരും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കർണാടകത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല സമയത്തും നടന്നിട്ടുള്ളതാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നു. അതിന് നമ്മൾ തുർക്കുമാൻ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ തുർക്കുമാൻ ഗേറ്റിൻ്റെ ഒരു ചെറിയ രൂപം ബാംഗ്ലൂരിനടുത്ത് യലഹങ്ക എന്ന സ്ഥലത്ത് ആവർത്തിക്കുകയാണ്. കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. പക്ഷേ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള അതിശക്തനായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ കണ്ണിലുണ്ടിയായ ആഭ്യന്തരമന്ത്രി DK ശിവകുമാറാണ്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നത്. അവർക്ക് മറ്റ് ഭവന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന് സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് ഇവരെ ഒഴിപ്പിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സർക്കാരിൻ്റെ രീതികൾ നമുക്ക് ആർക്കും മനസ്സിലാവുകയില്ല. അത് കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും BJP ഭരിച്ചാലും ഇനി വേറെ ഏതെങ്കിലും പാർട്ടി ഭരിച്ചാലും രീതികളൊക്കെ ഒന്ന് തന്നെയാണ്. തെലുങ്ക് ദേശം ഭരിച്ചാലും തെലുങ്കാന രാഷ്ട്ര സമിതി ഭരിച്ചാലും DMK ഭരിച്ചാലും സർക്കാരിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പ്രവർത്തിക്കുക പിന്നെ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയാണ് യലഹങ്കയിൽ നടന്നത്. ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. നമ്മുടെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. ഇതിൽ വേറൊരു പ്രത്യേകതകളുണ്ട്. ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ തരിപ്പണമാക്കപ്പെട്ട ആളുകൾ അധികം പേരും ന്യൂനപക്ഷ സമുദായക്കാരാണ്, കൃത്യമായിട്ട് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതിൻ്റെ എരിവും പുളിയും അല്പം കൂടുതലായിരുന്നു. മറ്റെല്ലാ സ്ഥലത്തും ഒരു മാനുഷികമായ ദുരന്തം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ കിട്ടിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അധികവും കോൺഗ്രസ്സിനെ UDFനെയാണ് പിന്തുണച്ചത് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ പാവ റഹീം അവിടെ പോയത്.
ഈ റഹീമിനെ അയച്ചതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇദ്ദേഹം മുസ്ലിം സമുദായ അംഗമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പുള്ളി അയച്ചത്. പക്ഷേ അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത് മുസ്ലിം സമുദായ അംഗമാണെങ്കിലും പുള്ളി അങ്ങനെ മുസ്ലിങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ആളല്ല. അത് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ MA പാസ്സായിട്ടുള്ള ആളാണ്. ഇസ്ലാം മതത്തിൽ ജനിച്ച ആളാണ്. പേര് റഹീം എന്നാണ്. എന്നുള്ളതിനപ്പുറത്ത് സാമുദായികമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആളെ അല്ല അദ്ദേഹം വിപ്ലവ യുവജന സംഘടനയുടെ അഖില ലോക പ്രസിഡൻ്റാണ്. പിന്നെ പാർലമെൻറ്റിൽ ഒരു ഗർജിക്കുന്ന സിംഹമാണ്. പക്ഷേ അദ്ദേഹം ഗർജിക്കുമ്പോൾ ഒരു കുഴപ്പം, ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമർ പുള്ളി തമ്മിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടുകയില്ല. അതുമായി ഇംഗ്ലീഷ് ഗ്രാമറിനോട് വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് റഹീം. റഹീമിൻ്റെ പാർലമെൻറ്റ് പ്രസംഗങ്ങളൊക്കെ വിഖ്യാതമാണ്. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, സാർ വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമാറോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ ഇതൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ കോമ്പോസിഷൻ എഴുതുന്ന പോലെ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ഇറ്റ് ഹാസ് 4 legs, ഇറ്റ് ഹാസ് എ ലോങ് ടൈൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് റഹീമിൻ്റെ ഇംഗ്ലീഷ്. അത് സാരമില്ല, അത് വലിയ കണക്കാക്കേണ്ട കാര്യമില്ല. പാർലമെൻറ്റിലെ പല അംഗങ്ങൾക്ക് ഇതുപോലും പറയാൻ പറ്റുകയില്ല. ഞാനിപ്പോൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. എങ്കിൽ പോലും നമുക്കറിയാം. ഒരു പക്ഷേ NRK പ്രേമേന്ദ്രനോ ഫ്രാൻസിസ് ജോർജോ ശശി തരൂരോ അല്ലാതെ ഈ ലോകസഭയിലേക്ക് ജയിച്ചിട്ടുള്ള മിക്കവാറും ആരും തന്നെ അവിടെ ഒന്നും പറയാറില്ല. രാജ്യസഭയിലാണെങ്കിൽ PV അബ്ദുൽ വഹാബ് നന്നായിട്ട് സംസാരിക്കും. പിന്നെ നമ്മുടെ ജബി മേത്തർ നന്നായിട്ട് സംസാരിക്കും. ശിവദാസനും ബ്രിട്ടാസും നന്നായിട്ട് സംസാരിക്കും. ആ കൂട്ടത്തിൽ തീരെ മോശക്കാരനാണ് റഹീം. അങ്ങനെ മോശക്കാരനായ റഹീമിനെ തന്നെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് വിട്ടതെന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹം അവിടെ പോയി പരിഹാസ്യരാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ. പുള്ളി അവിടെ പോയി പുള്ളിയുടെ തനത് ശൈലിയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് കേട്ടവർക്ക് ഒരു കാര്യം മനസ്സിലാവും. പുള്ളി പല വാക്കുകൾ സ്റ്റൈലാക്കിയിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം കർണാടക എന്ന് പുള്ളി വെറുതെ പറയില്ല, കർണാടക ഇങ്ങനെ പറയുള്ളൂ. പുവർ എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി പ്യുവർ എന്ന് പറയാം. ഇത് ഓക്സ്ഫോർഡ് ആക്സെൻ്റാണ് പുള്ളി വീശാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞാൽ അടുത്തത് പുള്ളി വെഞ്ഞാറമൂട് ആക്സെൻറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഓക്സ്ഫോർഡും വെഞ്ഞാറമൂടും തമ്മിലുള്ള ഒരു വലിയ, വെഞ്ഞാറമൂട്ടുകാരെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, പുള്ളി വെഞ്ഞാറമൂട്ടുകാരനായതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഓക്സ്ഫോർഡും വെഞ്ഞാറമൂടും തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് പുള്ളിയുടെ ഓരോ സ്പീച്ചിലും നടക്കുന്നത്. സമീപകാലത്ത് പുള്ളി രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ചില വാക്കുകൾ പുള്ളി സ്റ്റൈലൈസ് ചെയ്തു. അങ്ങനെ പറയുന്നു. ഇതൊക്കെ ഒരു കൗമാര ചാബല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ പുള്ളിയുടെ ഈ സ്പീച്ച് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മലയാളക്കരയിൽ കടുത്ത മാർസിസ്റ്റുകാരടക്കം എല്ലാവരെയും ചിരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെയും പുള്ളി എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു സമസ്യ. ഇദ്ദേഹം മാത്രമല്ല, മിക്കവാറും എല്ലാ യുവജന നേതാക്കന്മാരും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ നേതാവും ഈ അഖില ലോക വിപ്ലവ യുവജന സംഘടനയുടെ ഇതിന് മുമ്പത്തെ പ്രസിഡൻറ്റുമായിരുന്ന മുഹമ്മദ് റിയാസ് സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്ത ജഡ്ജി മാർക്കണ്ടയെ കഡ്ജുവുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും റിയാസ് സഖാവിൻ്റെ ആംഗല ഭാഷാ പാരംഗതത്വം. ഇതിലെ തമാശ എന്ന് വെച്ചാൽ ഇവരൊക്കെ MAക്കാരുമാണ്, നിയമബിരുദധാരികളുമാണ്, പേരിനൂടെ അഡ്വക്കേറ്റ് എന്ന് വയ്ക്കുന്നവരുമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് AR റഹീം എന്നൊക്കെ വെച്ചാണ് വോട്ട് ചോദിക്കുക. ഇവരുടെ ഇംഗ്ലീഷാണ് ഈ പറയുന്നത്. ഇവർ കോടതിയിൽ പോയിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയിലെ ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നുള്ളൂ. പിന്നെ മലയാളികൾക്ക് പൊതുവെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നിലവാരം വളരെ മോശമായി. നമ്മുടെ ബിന്ദുവിനെ പോലുള്ള ആളുകളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഐ ബോട്ട് മൈ ഹെഡ് എന്നൊക്കെ പറയുന്നത്. ഹി വാസ് എ പ്രൈഡ് ഓഫ് ഇരിക്കാലക്കുട എന്ന് പറയുന്നത് ഓർക്കില്ലേ, ജയചന്ദ്രൻ മരിച്ചപ്പോൾ. അങ്ങനെയുള്ള ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പിന്നെ ചിന്താ ജെറോമിനെ പോലുള്ളവർക്കാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ റഹീം ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. പണ്ട് EK നായനാർ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ് സായിപ്പന്മാർ ഇന്ത്യ വിട്ടു പോയത് എന്ന് സീതി ഹാജി തമാശ പറഞ്ഞിട്ട്, സീതി ഹാജി തമാശയായിട്ട് പറഞ്ഞാണ് എങ്കിൽ പോലും. പക്ഷേ റഹീം ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ സായിപ്പന്മാർ അറബിക്കടലിൽ ചാടി മരിച്ചാൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പിന്നെ റഹീമിന് അറിയാവുന്ന ഭാഷ പറഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. അതുമല്ല, പുള്ളി അതൊരിക്കലും ചെയ്യുകയില്ല. പുള്ളിക്ക് അറിയാത്ത ഭാഷയിൽ പറയാനാണ് പുള്ളി താല്പര്യം. ഇപ്പോൾ K രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് ജയിച്ചു, അവിടെ പോയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. അതുകൊണ്ട് പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം അറിയാവുന്ന ഭാഷ മലയാളമാണ്. മലയാളത്തിൽ പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംസാരിക്കും. അത്രയൊക്കെ നമ്മൾ രാധാകൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അത്രയും തന്നെ നമ്മൾ റഹീമിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. റഹീം എത്ര ശ്രമിച്ചാലും ശശി തരൂരാവില്ലല്ലോ, ആവുകയില്ല.
ശശി തരൂർ എത്ര ശ്രമിച്ചാലും റഹീമിൻ്റെ നിലവാരത്തിലെത്താൻ പറ്റുകയില്ല. അപ്പോൾ ഈ തെക്കേ മലബാറിൽ മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, പശു നിൽക്കുന്നിടത്ത് പശു, അമോശം നിൽക്കുന്നിടത്ത് അമോശനം നിന്നാൽ പ്രശ്നമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. ശശി തരൂർ നടത്തേണ്ട പ്രസംഗം ശശി തരൂർ നടത്തണം, പ്രേമേന്ദ്രൻ നടത്തേണ്ട പ്രസംഗം പ്രേമേന്ദ്രൻ നടത്തണം, റഹീം നടത്തേണ്ട പ്രസംഗം റഹീം നടത്തണം. ഓരോരുത്തരും അവരെ കൊണ്ട് ചെയ്യാവുന്ന ജോലികൾ ചെയ്യണം. അപ്പോൾ ആ പ്രശ്നം തീർന്നു. റഹീമിന് വല്ല ബസ്സിന് കല്ലെറിയാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ കരാമോ ചെയ്യാനോ മൂത്രമൊഴിക്കാൻ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാനോ ഒക്കെ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാതെ ഇദ്ദേഹത്തെ ഈ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറഞ്ഞ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടതാണ് ഏറ്റവും വലിയ തെറ്റ്. അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്കോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലേക്കോ നിയോഗിച്ചാൽ തെറ്റില്ല. അതിനൊക്കെ പുള്ളി പറ്റിയ ആളാണ്. ചീത്ത വിളിക്കാനും തന്തയ്ക്ക് പറയാനും മുണ്ടുപൊക്കി കാണിക്കാനും ഒക്കെ റഹീം മതി. ഇനി കേരള നിയമസഭയിലേക്കാണെങ്കിലും അദ്ദേഹം നല്ലൊരു വാഗ്ദാനമായിരിക്കും. പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. പുള്ളി നേരത്തെ വർക്കലയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്, പക്ഷേ തോറ്റുപോയി. രാജ്യസഭയിലേക്ക് ആകുമ്പോൾ ആ കുഴപ്പമില്ല, ചുളിവിൽ ജയിച്ചു പോകാം. വലിയ വോട്ടർമാരുടെ ഒരു പിന്തുണ വേണ്ട. അതുകൊണ്ടായിരിക്കും പുള്ളിയെ വിട്ട്. ഇനി യു എന്നിലേക്ക് പുള്ളിയെ അയച്ചാൽ നമുക്ക് വിരോധമില്ല. അവിടെ മാതൃഭാഷയിൽ സംസാരിക്കാം. വാജ്പേയി അവിടെ പോയിട്ട് ഹിന്ദിയിൽ സംസാരിച്ച്. അതുപോലെ യു എന്നിൽ പോയാലും പുള്ളിക്ക് ശോഭിക്കാൻ കഴിയും. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രശ്നം പറ്റിയത് ഇതാണ്, ഓരോരുത്തരും അറിയാവുന്ന ജോലിക്ക് പോകാതെ അറിയാൻ പാടില്ലാത്ത ജോലിക്ക് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടാണ് റഹീമിന് ഇതുപോലത്തെ ഒരു ബ്ലീച്ച് അനുഭവിക്കേണ്ടി വന്നത്. ട്രോളന്മാരുടെ ഒരു ഇരയായിട്ട് അദ്ദേഹത്തിന് മാറേണ്ടി വന്നത്.